നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ 1.5 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് കൊറോണ ബാധിതർ. 17 പേർ കൂടി മരിച്ചതോടെ ഗൾഫിൽ കോവിഡ് മരണസംഖ്യ 731 ഉയർന്നിരിക്കുകയാണ്. 1000-ലേറെ പേർക്കാണ് ഇന്നലെയും ഗൾഫിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗികളുടെ എണ്ണം 1.5 ലക്ഷമായി ഉയരുകയും ചെയ്തു. സൗദിയിൽ ഈ മാസം 23 മുതൽ 24 മണിക്കൂർ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ തീരുമാനവുമായി. സൗദി അറേബ്യയിൽ ഇന്നലെയും 9 മരണം. ഇതോടെ മരണസംഖ്യ 320-ൽ എത്തി നിൽക്കുകയാണ്. കുവൈറ്റിൽ 3 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 121. UAEയിലും 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഒമാനിൽ 2. രോഗവ്യാപനം മിക്ക രാജ്യങ്ങളിലും കുത്തനെ ഉയർന്ന പ്രവണതയിൽ മറ്റൊന്നും തന്നെയില്ല. 6500 പേർക്കാണ് ഒറ്റ ദിവസം കൊണ്ട് പുതുതായി രോഗബാധയേറ്റത്. 1.5 ലക്ഷത്തിലേക്ക് രോഗികളുടെ എണ്ണം ഉയർന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൗദിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 2563 കേസുകളാണ് സൗദിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ഖത്തറിൽ 1600-നും കുവൈറ്റിൽ 1000-നും മുകളിലാണ് പുതിയ രോഗികളുടെ എണ്ണം. UAEയിൽ 873-നും ഒമാനിൽ 892-നും ബഹ്റൈനിൽ 190 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. അതേസമയം കോവിഡ് പൂർണ്ണമായി സുഖപ്പെടുന്നവരുടെ എണ്ണം ഗൾഫിൽ വർദ്ധിക്കുകയാണ്. 53,000-ൽ പരം ആളുകൾക്ക് രോഗം പൂർണ്ണമായി ഭേദപ്പെട്ടു. സംതൃപ്തി പകർന്ന വാർത്ത കൂടിയാകുമ്പോൾ ഏറെ ആശങ്ക പകരുന്നത് 1.5 ലക്ഷത്തിന്റെ കണക്കു തന്നെയാണ്. സാമൂഹിക അകലം പാലിക്കുന്നതുൾപ്പെടെ മുൻകരുതൽ നടപടികൾ കർശനമായി പാലിക്കാൻ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി കൈക്കൊള്ളാനും തീരുമാനമായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.